Hey guys, welcome back to NKL. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലും പ്രൊഫൈൽ പിക്ചർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 1:1 റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ നെയ്മറിൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതായത് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ഡ്രോയിങ് ആൻഡ് എഡ്ജസ് എന്നുള്ള ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഹാഫ് ടോൺ ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതേപോലെ എടുക്കുക. ഇതിൽ നമുക്ക് പ്രീസെറ്റ് ആയിട്ട് ഫ്ലോയിങ് ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഫ്ലോയിങ് ആയിട്ടുള്ള ഡോട്ട്സും കാര്യങ്ങളും കിട്ടും. ഇത് പറഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ നമ്മളിതിപ്പം ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ കളർ 1 കളർ 2 എന്നുണ്ടാവും. ഇതിൽ കളർ 1 വന്ന് ഞാൻ ഒരു ബ്ലൂ ആണ് കൊടുക്കുന്നത്, ഒരു ബ്ലൂ തീമിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ബ്ലൂ കളർ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏതൊരു തീമിലാണോ, അതായത് ക്യാരക്ടർ ഏതൊരു കളറിലാണോ വരുന്നത് ആ ഒരു രീതിക്ക് കൊടുക്കുക. ഞാനിപ്പോൾ നെയ്മറിൻ്റെ ഫോട്ടോ എടുത്തതിൽ ഇപ്പം ഒരു ബ്ലൂയിഷ് കളറാണ് വരുന്നത്, ബ്ലൂ വൈറ്റ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. സോ സെക്കൻഡ് കളറായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റോ ഏതൊരു കോമ്പിനേഷനാണോ വരുന്നത് അത് കൊടുക്കുക. ഓക്കെ, അതാണ് ഈ സെക്കൻഡ് കളർ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ അത് ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി. സോ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് നോക്കുക, ഇതേപോലെയൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതാണ് കുറച്ചും കൂടെ ബെറ്ററായി തോന്നുന്നത് ആ ഒരു കളറൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. സോ ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ആ ഒരു ഇമേജിൻ്റെ PNG ഇമേജ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ഇമേജും സെറ്റ് ചെയ്ത ശേഷം നമ്മളിനി ഇതിലേക്ക് ടെക്സ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, ടെക്സ്റ്റ് അതായത് ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നെയ്മർ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. ശേഷം ഞാൻ ലെമൺ മിൽക്ക് ബോൾഡ് എന്നുള്ള ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഇതേപോലെ സെൻറ്റർ അലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളർ വന്ന് ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. സോ ഫുൾ ഒരു ബ്ലൂയിഷ് ടച്ചിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 2 ബ്ലൂ ഉണ്ടായില്ല, ഏത് ബ്ലൂ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സെലക്റ്റും ചെയ്യാം. സോ അതിനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഫോട്ടോയിൽ നിന്ന് തന്നെ ഉള്ളൊരു കളർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയും സെലക്ട് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഈ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്, ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതേപോലെ സൂമും കാര്യങ്ങളും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുക, ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നാൽ ഫസ്റ്റ് തന്നെ ബെൻഡ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒറിജിൻ ഉണ്ടാവും, അത് നമ്മൾ ബോട്ടത്തിലായിരിക്കും ഉണ്ടാവും, അത് ബോട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്യുക. ദെൻ ആംഗിൾ എന്നുള്ളത് വന്ന് ഒരു മൈനസിലേക്ക് സെറ്റ് ചെയ്യുക, ഒരു -20, 21 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. ദെൻ സ്റ്റാർട്ട് വന്ന് നമ്മളൊരു 60 to 65 റേഞ്ചിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ദെൻ ബിഫോർ സ്റ്റാർട്ട് ഉണ്ടാവും, അത് ഫ്രീസോ അങ്ങനെ ഒരു ഓപ്ഷനിലാണ് ഉണ്ടാവില്ല, അത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ബെൻഡ് ടു സെയിം സൈഡ് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. ദെൻ നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ട്യൂൺ ഹെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി കൊടുക്കുക. അതുപോലെ ട്യൂൺ ടെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. സോ നമ്മുടെ ടെക്സ്റ്റിന് അപ്പോൾ ഈ ഒരു രീതിക്കുള്ള ഒരു ബെൻഡും കാര്യങ്ങളും കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിക്ക് ആനിമേറ്റ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് ഈ ഒരു ക്ലിപ്പിലേക്ക് ആ ഒരു ടെക്സ്റ്റ് ലെയറിലേക്ക് ഒരു ഷാഡോ ആഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ബോർഡർ ആൻഡ് ഷാഡോയിൽ വരാം, ഇതിൽ ഷാഡോ സെലക്ട് ചെയ്യുക, ഷാഡോ എനേബിൾ ചെയ്യുക. സോ ഷാഡോയുടെ വാല്യൂ ഇപ്പോൾ ഒരു 4 ആയിരിക്കും ഉണ്ടാവുക, നമ്മളൊരു 35, 40 ആ ഒരു റേഞ്ചിലേക്ക് ഒരു ഷാഡോയുടെ വാല്യൂ നമ്മൾ ഇതേപോലെ കൊടുക്കുക. ദെൻ ആ ഒരു ടെക്സ്റ്റ് ലെയറിലേക്ക് നമുക്കൊരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരണം. സോ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. ദെൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് ആ ലെയർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അതിൽ ആഡ് ചെയ്ത ആ ഒരു ഷാഡോ ഓഫ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വന്ന ശേഷം ബ്ലറിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക. ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ വന്നൊരു 0.9ലേക്ക് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലോ എഫക്റ്റ് കിട്ടും. സോ ആ ഒരു ഗ്ലോ എഫക്റ്റ് ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ലൈറ്റനിൽ വന്ന് ലീനിയർ ഡോഡ്ജ് എന്നുള്ള ആ ഒരു എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് കൊടുക്കുക. ദെൻ ഒരു ചെറിയ ഇൻറ്റൻസിറ്റി കുറക്കണം എന്നുണ്ടെങ്കിൽ ഒരു 80 to 81 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. സോ ആ റെക്റ്റാങ്കിൾ ഒന്ന് നമ്മൾ ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ദെൻ നമ്മൾ കളർ ആൻഡ് ഫില്ലിൽ വരാം. ഗ്രേഡിയൻറ്റിൽ വന്ന ശേഷം നമ്മൾ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേഡിയൻറ്റ് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യണം. സോ നമ്മൾ ഇതേപോലെ, അതായത് നോർമലി നമ്മൾ ഈ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ഇതേപോലെ ഈ ഒരു രീതിക്ക് നമ്മൾ മുകളിലത്തത് ട്രാൻസ്പാരൻ്റ് ആയി കൊടുക്കുക, താഴെ ബ്ലാക്ക് ആയി കൊടുക്കുക. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളിൽ ഇതേപോലെ നമുക്ക് നീട്ടിയിട്ടും സെറ്റാക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിതൊരു ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കുറച്ചും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്കിഷ് കളർ കുറച്ചും കൂടെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഇതൊന്ന് കുറച്ച് താത്തി കൊടുത്താൽ മതി. അതായത് ഈ മുകളിലുള്ള ട്രാൻസ്പാരൻറ്റ് ലെയറിൻ്റെ ആ ഒരു പിന്ന് ഒരു പോയിൻ്റ് ഇതേപോലെ താത്തുമ്പോൾ നമുക്ക് ആ ഒരു രീതി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ലെയർ താഴോട്ടാക്കിയാലും മതി. സോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനിലാണോ എഡിറ്റ് ചെയ്യുന്നത്, സോ ആപ്ലിക്കേഷൻ്റെ ലോഗോ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിനോട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ വന്ന ശേഷം ഞാനിപ്പോൾ Alightmotionൻ്റെ ലോഗോ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ Alightmotion ലോഗോ ആഡ് ചെയ്ത ശേഷം ഒരു ചെറിയൊരു ചെരിവ് കൊടുക്കുക, ഒരു 5 ഡിഗ്രിയിലേക്കോ എത്രയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചെരിവ് കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ക്യാരക്ടറിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു ലെയർ സെറ്റ് ചെയ്ത ശേഷം ഇതേപോലെ ഈ ഒരു സൈഡിലേക്കായിട്ട് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൂമും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതായത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്നിട്ട് ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. സോ ആ ഒരു ലെയറിനും ആ ഒരു ടെക്സ്റ്റിൽ ആ ഒരു ലോഗോ ലെയറിനും നമ്മൾ ഷാഡോ കൊടുക്കുന്നുണ്ട്. ദെൻ ഇനി അന്ന് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഷാഡോ ലെയർ സെലക്ട് ചെയ്യുക. ഇതേപോലെ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്നുള്ള ആ ഒരു എഫക്റ്റ് ഇതേപോലെ ആഡ് ചെയ്യാം. ഇതിൽ ഷാഡോസിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ 100-ലായിരിക്കും ഉണ്ടാവുക, നമുക്ക് അത്രയൊന്നും വേണ്ട. നമ്മളൊരു 21-ലേക്കൊക്കെ കൊടുക്കുമ്പം ആ ഒരു ലെയർ, അതായത് ആ ഒരു ലോഗോ ലെയർ കുറച്ച് ബോൾഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ, കുറച്ചധികം നല്ല കട്ടിക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു ലെയർ അഗെയിൻ സെലക്ട് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക. ഇതിൽ നമ്മൾ ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വന്നാൽ ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ വരുന്നത് അത് വന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെതൊരു ബ്ലൂ കളർ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു ആ ഒരു ലോഗോക്ക് ഒരു ബ്ലൂയിഷ് കളർ വരുന്നവരെ നമ്മളിതൊന്ന് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ റോസായി അത് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കളറായിട്ട് വരും. സോ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുമ്പം ഏകദേശം ആ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ അത് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരേ തീമിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ റോസ് ആണെങ്കിൽ റോസിൽ സെറ്റ് ചെയ്യുക, റെഡ് ആണെങ്കിൽ റെഡിൽ സെറ്റ് ചെയ്യുക. ആ ഒരു റേഞ്ചിൽ ഹ്യൂ ഷിഫ്റ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കളർ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അത് നമ്മൾ ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്യാണ്. എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ വരിക, അതേഴ്സിൽ വന്ന് നമ്മൾ ഫസ്റ്റ് കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് ഒരു ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം നമ്മൾ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യണം. മൊത്തത്തിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത ശേഷം നമ്മളതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.7-ലേക്കൊക്കെ നമ്മൾ കറക്റ്റായി ഇതേപോലെ സെറ്റ് ചെയ്യുക ഗോഷ്യൻ ബ്ലർ. ദെൻ നമ്മളിനി ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരാൻ ലൈറ്റ് ആൻഡ് ലീനിയർ ഡോഡ്ജ് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗ്ലോ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമ്മളിത് സെറ്റ് ചെയ്യും. അഗെയിൻ എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ എന്നുള്ള ഒരു എഫക്റ്റ് കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്ത ശേഷം നമ്മൾ എക്സ്പോഷർ ഒന്ന് കുറച്ച് കൊടുക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു ലോഗോ ഒരു നോർമൽ രീതിക്ക് വരുന്ന ആ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാമയും ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു ഇമേജ് കറക്റ്റ് ആവുന്ന വരെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പോഷർ ആൻഡ് ഗാമ ഇതേപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു നോർമൽ രീതി കിട്ടിയിട്ടുണ്ട്. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരാം. ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസിൽ വന്നിട്ട് ഷാഡോസിൻ്റെ, അതായത് ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ ഒന്ന് ഒരു 85-ലേക്കും അതുപോലെ ഷാഡോസിൻ്റെ വാല്യൂ ഒന്ന് ഒരു 70-73 ആ ഒരു റേഞ്ചിലേക്കും സെറ്റ് ചെയ്താൽ നമുക്ക് ഇതേപോലെ കിഡിലനായിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ചർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു CC അപ്ലൈ ചെയ്യണം. അപ്പോൾ CCയുടെ ട്യൂട്ടോറിയൽ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ആ ഒരു CC ഇതിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതേപോലെ ഒരു ലേയേഴ്സ് ഇതേപോലെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് CC ആഡ് ചെയ്തിട്ടാകുമ്പോഴുള്ള ആ ഒരു ഇമേജിൻ്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നിങ്ങളെ ക്യാരക്ടറോ കാര്യങ്ങളോ എന്തെങ്കിലും ഓവർ സാച്ചുറേറ്റോ ഓവർ എക്സ്പോഷറോ ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്ന് നിങ്ങൾ മാനുവലായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.